Hi all, welcome to our channel Multimedia of Science. ഓക്കെ, അപ്പോൾ ഇന്നു മുതൽ നമ്മൾ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ട് +1 നമുക്ക് ക്ലാസ് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ചാപ്റ്റർ 3 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ചാപ്റ്റർ 1 അത്രയ്ക്ക് അങ്ങോട്ട് എക്സാം ബേസ്ഡ് ആയിട്ട് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ചാപ്റ്റർ 2 മറ്റേ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ, ആ ചാപ്റ്ററിലാണെങ്കിൽ നമ്മൾ അത്യാവശ്യത്തിനുണ്ട്, എക്സാമിന് വരാവുന്ന ഈസി ക്വസ്റ്റ്യൻസ് വരെ ഉണ്ട്. അപ്പോൾ അതാണെങ്കിൽ നമ്മൾ ഒരിക്കൽ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ടവർ അത് പോയി ഒന്ന് കാണണം. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ചാപ്റ്റർ 3 ആണ്, മോഷൻസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ. നമ്മൾ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത്, മോഷൻസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ കുറേ ടേമുകൾ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ്. പിന്നെ കുറേ ഗ്രാഫുകൾ, ടേംസ്, ഗ്രാഫ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ. പിന്നെ ലാസ്റ്റ് വരുന്ന ഒരു ഡെറിവേഷനാണ്. ഇത്രയും കാര്യങ്ങൾ, പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, അത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ ഈ ചാപ്റ്റർ ഓക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് കുറേ ടേമുകളാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഓരോ ടേമുകളായിട്ട് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, ഡിസ്റ്റൻസ്. ഓക്കെ, എന്താണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? അതുപോലെ തന്നെ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്? ഈ രണ്ട് ടേമുകളാണ് ഫസ്റ്റ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഡിസ്റ്റൻസ്, എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്? ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, അത് ആദ്യം മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ നോക്കൂ, ഇത് ഒരു പോയിൻ്റ് എ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഇവിടെ ഒരു ബി എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട്, ഇവിടേക്ക് സ്ട്രെയിറ്റ് ലൈനിൽ പാസ് ചെയ്യാണ്. അങ്ങനെയും പാസ് ചെയ്യാം, അതല്ലെങ്കിൽ വളഞ്ഞ് തിരിഞ്ഞ് വേണമെങ്കിലും പോവാം. എങ്ങനെ വേണമെങ്കിലും ഈ എയിൽ നിന്ന് ബിയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്ത് തന്നെയാണ്? ഇപ്പോൾ 3 പാത്ത് ഞാൻ വരച്ചിട്ടുണ്ട്. ഈ 3 പാത്തും എന്ത് തന്നെയാണ്? ഡിസ്റ്റൻസ് തന്നെയാണ്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 പോയിൻറ്റ്സ് ആണ്. ഓക്കെ, അതായത് സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും. ഇപ്പോൾ ഈ കേസിൽ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഏതാണ്? എ ആണ്. ഈ കേസിൽ എൻഡിങ് പോയിൻ്റ് ഏതാണ്? ബി ആണ്. അപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, മനസ്സിലായോ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 പോയിൻറ്റ്സ്, ദാറ്റ് ഈസ് കോൾഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എയിൽ നിന്ന് ബിയിലേക്ക് എത്തിയാൽ മതി. അത് ഏത് വഴി വേണമെങ്കിലും, ഏത് പാത്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, അതാണ് ഒരു ഡിഫറൻസ് എന്ന് പറയുകയാണെങ്കിൽ, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ തന്നെ അതിലുണ്ട്. ഇപ്പോൾ ഡിസ്റ്റൻസിൻ്റെ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, അതിൻ്റെ നമ്മൾ ഡെഫിനിഷൻ നോക്കുക വിചാരിക്കാം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ പാത്ത് ലെങ്ത് ആണ്. എന്താണ്? ടോട്ടൽ പാത്ത് ലെങ്ത് വിച്ച് ഈസ് ട്രാവൽഡ് ഇൻ എ ടൈം, ടോട്ടൽ ടൈം ഇൻ്റർവെൽ. ഓക്കെ, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ടോട്ടൽ ടൈം ഇൻ്റർവെൽ, അതിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ലെങ്ത് അല്ല, അതായത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. അവർ തമ്മിൽ എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടാൻ, അതായത് കണ്ടുമുട്ടാൻ മീൻസ് എത്രയും പെട്ടെന്ന് എയിൽ നിന്ന് ബിയിലേക്ക്. അപ്പം നമ്മളിപ്പോൾ ഒരു 2 സ്ഥലങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, വളഞ്ഞു തിരിഞ്ഞു പോകുന്ന സ്ഥലങ്ങളുണ്ടാവും, കൂടുതൽ ഡിസ്റ്റൻസ് ഉള്ളതുണ്ടാവും, അല്ല പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റാവുന്നതും ഉണ്ടാവും, വഴികളുണ്ടാവും. അപ്പോൾ അതിൽ ഏതാണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്? ഏതാണോ നമുക്ക് പെട്ടെന്ന് സൗകര്യമായിട്ട് എത്താൻ പറ്റുന്നത്, അതിനാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ആ വഴി നമ്മൾ ചൂസ് ചെയ്യും, അല്ലേ? അപ്പോൾ അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. മനസ്സിലായോ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഏതാണോ അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ഫൈനൽ, ഇനീഷ്യൽ, അല്ലേ? അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ എക്സ്, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഡിഫറൻസ് ആണ്. x2 മൈനസ് x1. ഓക്കെ, അപ്പോൾ x2 എന്ന് പറയുന്നത് ബിയിലത്തെ ഡിസ്റ്റൻസും x1 എന്ന് പറയുന്നത് എയിലത്തെ ഡിസ്റ്റൻസുമാണെങ്കിൽ
അവർ തമ്മിലുള്ള ഇൻ്റർവെല്ലിലെ ഡിഫറൻസ്. ഓക്കെ, അതാണ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പ്രകാരം നമുക്ക് ഡെൽറ്റ എക്സ് പോസിറ്റീവ് ആവുന്ന കാര്യവും നെഗറ്റീവ് ആവുന്ന കാര്യവും പറയാം. ഓക്കെ, ഇപ്പോൾ ഈ ഇക്വേഷൻ ഞാൻ ഒന്ന് എടുത്തെഴുതാം. ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു x2 മൈനസ് x1 എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ അതിൽ ഈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എപ്പോഴാണ് പോസിറ്റീവ് വരിക? ഡെൽറ്റ എക്സ് പോസിറ്റീവ് വരണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കാം. x2 ആണോ x1 ആണോ വലുതായിട്ട് വരേണ്ടത്? x2 അല്ലേ? ഓക്കെ, അത് ഒരു എക്സാമ്പിൾ വെച്ച് പറയുക വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 5x2 ആണെന്ന് വിചാരിക്കാം, 3x1 ആണെന്ന് വിചാരിക്കാം. നമുക്ക് കിട്ടുന്ന ഡെൽറ്റ എക്സ് അപ്പോൾ എന്താവും? 2 ആവും അല്ലേ. അപ്പോൾ അതെന്താണ്? പോസിറ്റീവാണ്, കാരണം x2 ഗ്രേറ്റർ ആയതുകൊണ്ട്. ഇനി അതല്ല 3 മൈനസ് 5 എന്നാണെങ്കിലോ, 3 ആണ് x2, x1 5 ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ -2 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ -2 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഡെൽറ്റ എക്സ് ആണ്. അപ്പോൾ ഡെൽറ്റ എക്സ് നെഗറ്റീവും വന്നു. ഓക്കെ, അപ്പോൾ രണ്ട് കേസുകളാണ് നമ്മൾ പറഞ്ഞത്. ഡെൽറ്റ എക്സ് പോസിറ്റീവ് വരുന്നത് വെൻ x2 ഗ്രേറ്റർ ദാൻ x1. ഓക്കെ, ദെൻ ഡെൽറ്റ എക്സ് നെഗറ്റീവ് വരുന്നത് x1 ഗ്രേറ്റർ ദാൻ x2. ക്ലിയർ ആയോ? ഈ രണ്ട് കണ്ടീഷനും കൂടി ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ ആലോചിക്കുമ്പോൾ ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കുക. മനസ്സിലായോ? ഇനി നമ്മൾ അടുത്തത് ഒരു പൊസിഷൻ, അതായത് നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസിന് മുന്നേ നമ്മൾ പറയേണ്ട ഒരു കാര്യമായിരുന്നു പൊസിഷൻ എന്താണെന്നുള്ളത്. ഓക്കെ, നമ്മൾ പൊസിഷനായിരുന്നു പറയേണ്ടായിരുന്നത്. പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു റെഫറൻസ് പോയിൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പറയുക. ഇപ്പോൾ നമ്മൾ നോക്ക്, പൊസിഷനാണെങ്കിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പൊസിഷൻ. അപ്പോൾ നമുക്ക് അറിയാം, നമുക്ക് ആക്സിസുകൾ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇതെന്താണ്? എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് സെഡ് ആക്സിസ്. ഈ 3 ആക്സിസുകളും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ഒരു പോയിൻ്റ് കോമൺ പോയിൻ്റ് അല്ലേ, ഇതിനെ നമ്മൾ പോയിൻ്റ് ഓഫ് റെഫറൻസ് എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ റെഫറൻസ് പോയിൻ്റ്. അപ്പോൾ ഈ ഒരു കോമൺ പോയിൻ്റ്, റെഫറൻസ് പോയിൻ്റ്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ ഫ്രെയിം ഓഫ് റെഫറൻസ് നമുക്ക് ഇത് ഈ ബാക്കിയുള്ള പാർട്ടുകളെല്ലാം എന്താണ്? ആ ഒരു ഈ റെഫറൻസ് പോയിൻറ്റുമായിട്ട് നമുക്ക് ബേസ് ചെയ്ത് പറയാൻ പറ്റാവുന്ന ഫ്രെയിം ഓഫ് റെഫറൻസുകളാണ്. അപ്പോൾ ഈ ഇത് നോക്ക്, എക്സ് വൈ ആക്സിസ്, എക്സ് വൈ ഫ്രെയിം ഓഫ് റെഫറൻസ് അല്ലേ. അപ്പോൾ ഇവിടെയും ഇവിടെയും ഇപ്പോൾ സെഡ് എക്സ്, ഇത് സെഡ് വൈ. ഓക്കെ, അപ്പോൾ ഓരോ ഫ്രെയിം ഓഫ് റെഫറൻസുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫറൻസ് പോയിൻറ്റിന് ചുറ്റുമായിട്ടുള്ള ഈ ഒരു എന്താ പറയുക സ്പേസ്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു പോയിൻ്റ് വന്നു കഴിഞ്ഞാൽ റെഫറൻസ് പോയിൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ പൊസിഷൻ പറയാൻ പറ്റും. മനസ്സിലായോ? അത്രമാത്രം ആലോചിച്ചാൽ മതി. ഇനി അടുത്ത ഒരു ടേമിലേക്ക് വരാം. പൊസിഷൻ പഠിച്ചു, ഡിസ്പ്ലേസ്മെൻറ്റ് പഠിച്ചു, ഡിസ്റ്റൻസ് പഠിച്ചു. ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, പൊസിഷൻ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി വിചാരിക്കണം. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആവറേജ് വെലോസിറ്റി ആൻഡ് ആവറേജ് സ്പീഡാണ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് വരുന്നതിനേക്കാൾ മുന്നേ നമുക്ക് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് അറിഞ്ഞിരിക്കണം. എക്സാമിന് ചോദിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. പല സ്ഥലങ്ങളിലും നമുക്കിത് ആവശ്യം വരുന്നത് ആണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ട് കുറച്ചും കൂടി ശ്രദ്ധിച്ച് പഠിക്കാം. അപ്പോൾ എന്താണ് ഡിസ്റ്റൻസ്, എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എന്താണ് ഡിഫറൻസ് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്കേലാർ ക്വാണ്ടിറ്റിയുമാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ഞാൻ പറഞ്ഞു, ഡിസ്റ്റൻസ് എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കേലാർ ക്വാണ്ടിറ്റി. അപ്പോൾ എന്താണ് സ്കേലാർ ക്വാണ്ടിറ്റി, എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റി? ആദ്യം നമുക്ക് അത് പറയാം. ഓക്കെ, ഇത് നമ്മൾ എനിക്ക് തോന്നുന്നു ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെന്ന്. സ്കേലാർ ക്വാണ്ടിറ്റി എന്താണ്, വെക്റ്റർ ക്വാണ്ടിറ്റി എന്താണ്. സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയുക വെച്ച് കഴിഞ്ഞാൽ സ്കേലാർ ക്വാണ്ടിറ്റിക്ക് നമുക്ക് സ്പീഡ് എന്ന് പറയുന്നത് സ്കേലാർ ക്വാണ്ടിറ്റിക്ക് ഒരു എക്സാമ്പിളും വെലോസിറ്റി എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിളുമാണ്. അതായത് നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം ചെയ്തു,
അതിൽ നമുക്ക് 35 മീറ്റർ പെർ സെക്കൻഡ് അറിയില്ലേ. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ സ്കേലാറിന് എക്സാമ്പിളായിട്ട് സ്പീഡും വെക്ടറിന് എക്സാമ്പിളായിട്ട് വെലോസിറ്റിയും അല്ലേ. അപ്പോൾ ഇതിൽ സ്കേലാറിൽ സ്പീഡാണ്, വെക്ടറിന് എക്സാമ്പിൾ വെലോസിറ്റി ആണെന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി നമ്മൾ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഈ സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഇപ്പോൾ നോർത്തിലേക്കാണോ, ഈസ്റ്റിലേക്കാണോ, വെസ്റ്റിലേക്കാണോ, അങ്ങനെ പ്രത്യേകിച്ച് ഡയറക്ഷനൊന്നുമില്ല. ഓക്കെ, ഡയറക്ഷൻ ഇല്ലാതെ ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് മാത്രം, അതിനാണ് സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? വെക്ടർ ക്വാണ്ടിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, അതുപോലെ തന്നെ ആരുണ്ട്? ഡയറക്ഷനും ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങൾ അറിയാമെങ്കിൽ എന്താണ് സ്കേലാർ, എന്താണ് വെക്ടർ, ഓക്കെ, അത് ഓക്കെ ആക്കണം. എന്നിട്ടാണ് നമുക്ക് ഈ ഡിഫറൻസ് പറയാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ വെക്ടർ ക്വാണ്ടിറ്റി എന്താണ്, സ്കേലാർ ക്വാണ്ടിറ്റി എന്താണ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസിലേക്ക് നോക്കാം. ഡിഫറൻസിലേക്കൊന്ന് പോകാം. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അതെന്ത് ക്വാണ്ടിറ്റിയാണ്? വെക്ടർ ക്വാണ്ടിറ്റിയാണ് അല്ലേ. അപ്പോൾ വെക്ടർ ക്വാണ്ടിറ്റിയാണ്. വെക്ടർ ക്വാണ്ടിറ്റി ആണെങ്കിൽ എന്ത് പറഞ്ഞു? ഡയറക്ഷനും ഉണ്ട്, മാഗ്നിറ്റ്യൂഡും ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം, സീറോ ആവാം അല്ലേ. അതിൻ്റെ ഡയറക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് നെഗറ്റീവ് വാല്യൂ വരാം. അപ്പോൾ നമുക്ക് അതിപ്പോൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു ജസ്റ്റ് ഒരു എക്സ് ആക്സിസ് ആയിട്ടൊന്ന് കൺസിഡർ ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ റെഫറൻസ് പോയിൻ്റ് 0. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടത്തോട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങോട്ടേക്കുള്ളതെല്ലാം നെഗറ്റീവ് വാല്യൂസും ഇങ്ങോട്ടേക്കുള്ളതെല്ലാം പോസിറ്റീവ് വാല്യൂസാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ഞാൻ സൂചിപ്പിച്ചത്? ഡയറക്ഷനാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഈ ഡയറക്ഷനാണ് നോക്ക് വെക്ടർ ക്വാണ്ടിറ്റീസിൽ വരുന്നത്. അപ്പോൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും വന്നു അല്ലേ. അപ്പോൾ 0 ആവാം, നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. ഏത് ക്വാണ്ടിറ്റീസ്? വെക്ടർ ക്വാണ്ടിറ്റീസ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കണം. പക്ഷേ ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിലോ അത് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അതിനെപ്പോഴും എന്താവാനേ പറ്റുള്ളൂ? പോസിറ്റീവ് ആവാനേ പറ്റുള്ളൂ. മനസ്സിലായോ? പോസിറ്റീവ് ക്വാണ്ടിറ്റീസ് മാത്രമാണ് ഏതിൽ വരിക? ഡിസ്റ്റൻസിൽ വരിക. ക്ലിയർ അല്ലേ? അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, പൊസിഷൻ, പിന്നെ അവർ തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത ഒരു ഇതിലേക്ക് വരികയാണെങ്കിൽ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും, ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നോക്കുന്നത്. ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും. അതും വളരെ എളുപ്പമാണ്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള കാരണം കൊണ്ട് ഇതേപോലെ തന്നെയാണ് ആവറേജ് വെലോസിറ്റി, ആവറേജ് സ്പീഡൊക്കെ വരുന്നത്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. നമുക്കതൊന്ന് നോക്കാം. ആവറേജ് വെലോസിറ്റി എന്താണ്, ആവറേജ് സ്പീഡ് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ്, ഈ രണ്ട് കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാനുള്ളത്. ആവറേജ് വെലോസിറ്റി എന്താണ്, ആവറേജ് സ്പീഡ് എന്താണ്. ഈ രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഒപ്പം ഓർക്കാനായിട്ട് ശ്രമിക്കുക. മനസ്സിലായോ? അതായത് ആവറേജ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. മനസ്സിലായോ? ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇക്വേഷൻ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. അതെങ്ങനെയാണ് വന്നതെന്ന് പറയാം. അതുപോലെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. നമ്മൾ രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കുകയാണ്. പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ക്ലിയർ അല്ലേ? ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറയാം. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാണ്? നമ്മൾ പറഞ്ഞു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നതും എന്ത് ക്വാണ്ടിറ്റിയാണ്? യെസ്, വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാണ്? വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ആവറേജ് സ്പീഡ് എന്ത് ക്വാണ്ടിറ്റിയാണ്? എങ്ങനെ ചെയ്യാം? ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ,
പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പോൾ നമ്മളിവിടെ സ്പീഡ്, വെലോസിറ്റി കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ വെലോസിറ്റി എന്താണ് അല്ലെങ്കിൽ സ്പീഡ് എന്താണ് ഓക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ എക്സ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ എ ടൈം ഇൻ്റർവൽ ഓഫ് ടി, അതായത് മൊത്തം എടുക്കുന്ന സമയം ടി ആണ്, മൊത്തം ഡിസ്റ്റൻസ് എക്സ് ട്രാവൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഓക്കെ, ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ ഈ ഒരു ജസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ആവറേജ് വെലോസിറ്റി, എങ്ങനെയാണ് ആവറേജ് സ്പീഡ്, അതിനെപ്പറ്റി പറഞ്ഞതാണ്. അപ്പോൾ രണ്ടിൻ്റെ ഇക്വേഷൻസ് ഓർക്കുക. ആവറേജ് വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, ആവറേജ് സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം. ആവറേജ് വെലോസിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, ആവറേജ് സ്പീഡ് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഇപ്പോൾ എ ടു ബി പൊസിഷനിൽ എക്സ് ഡിസ്റ്റൻസിലാണ് മൂവ് ചെയ്യുന്നത്. ഇന്ന ടൈം ഇൻ്റർവൽ ഓഫ് ടി ആണെങ്കിൽ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ്, ഓക്കെ, വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ അതേപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, ഡിസ്റ്റൻസ് ബൈ ടൈം. ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ നോക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അതായത് നമ്മൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ ഡിസ്റ്റൻസ് ആയിരിക്കുമോ വലുത്, ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കുമോ വലുത്? നമ്മൾ പറഞ്ഞു എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഇതെന്തുവാണ്? ഇത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഇതെന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇനി വേറെ പാത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? മൂവ് ചെയ്യാം അല്ലേ. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം എന്താണ്? ഡിസ്റ്റൻസ് ആണ്. അതൊന്നും ഒരിക്കലും എന്തല്ല? ഡിസ്പ്ലേസ്മെൻറ്റും അല്ല. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും നമ്മൾ എന്താണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏതാണ് അപ്പോൾ ചെറുത് വരിക. ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ചെറുത് വരിക അല്ലേ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയണത് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ഇതും ഡിസ്റ്റൻസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റിനോട് ഈക്വലായിട്ട് വരാം. ഇപ്പോൾ നോക്ക് ഒരു എക്സാമ്പിൾ. ഇപ്പോൾ എ എന്ന് പറയുന്ന പോയിൻ്റ് ഇതേ സംഭവം തന്നെ, ഇങ്ങനെ മാത്രമേ വഴിയുള്ളൂ, വേറെ വഴികളൊന്നുമില്ല. അപ്പോൾ ഇത് തന്നെയാണ് ഡിസ്റ്റൻസും ഇത് തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റും. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് എന്തിനോട് ഈക്വലായിട്ട് വന്നു? ഡിസ്പ്ലേസ്മെൻറ്റിനോട് ഈക്വലായിട്ട് വന്നു. ഓക്കെ, ഇനി അതല്ല, ഇതിൻ്റെ കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കുറവും ഡിസ്റ്റൻസ് കൂടുതലും വരുന്നതാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത് അല്ലേ. ഇതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതെന്താണ്? വളരെ കുറവല്ലേ ഈ ഡിസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോൾ അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഡിസ്പ്ലേസ്മെൻറ്റും വരും. പക്ഷേ എന്ത് വരില്ല? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്റ്റൻസിനേക്കാൾ വലുതായിട്ട് വരില്ല. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ കുറേ പറയുമ്പോൾ ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? മനസ്സിലാക്കി പഠിക്കണം. ജസ്റ്റ് എ ബി പോയിൻ്റ് കൺസിഡർ ചെയ്തു, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ അത് വേണമെങ്കിൽ ഡിസ്റ്റൻസിനോട് ഈക്വലായിട്ട് വരാം അല്ലേ. അത് മാത്രം വഴിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വഴിയിലൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വലാണ്. പക്ഷെ അതല്ല, വേറെ വഴികളൊക്കെ ഉണ്ട്, വേറെ പാത്തുകളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ അവിടെ വേറെ ഡിസ്റ്റൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ആ കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റിനെക്കാട്ടി എന്ത് വരാം? കൂടുതലായിട്ട് വരാം. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യില്ല? കുറയില്ല. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊരു ഇക്വേഷൻ എഴുതാം. അതായത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്തു? ക്ലബ് ചെയ്തു. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. മനസ്സിലായോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ആവറേജ് വെലോസിറ്റി, ആവറേജ് സ്പീഡ് രണ്ടിനെ എഴുതാം. എങ്ങനെയാണ് എഴുതാൻ പറ്റുക? ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ആവറേജ് സ്പീഡ്. സോ ആവറേജ് സ്പീഡ്, ആവറേജിനെ ഞാൻ എഴുതുന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് ഇക്വേഷൻസും കൂടി ഇവിടെ ഫോം ചെയ്യുന്നു. മനസ്സിലായോ? ഈ രണ്ട് കാര്യങ്ങളും കൂടി ഒന്ന് ഓർക്കുക. ഇനി നമുക്ക് ഒരു പ്രോബ്ലം നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ, നമുക്ക് ആ പ്രോബ്ലത്തിൻ്റെ ഫിഗർ ഒന്ന് ഞാൻ ഫില്ല് ചെയ്യട്ടെ.
ഇപ്പോൾ ഇതിൽ ഇത് ഒ എന്ന് പറയുന്ന ഇത് 0 അറ്റ് ഒ പോയിൻ്റ് ആണെന്ന് വിചാരിക്കാം. ഇത് പി പോയിൻ്റ് ആണെന്ന് വിചാരിക്കാം. ഇത് ക്യൂ ആണ്. ഓക്കെ, ഒ പി ക്യൂ എന്ന് പറയുന്ന 3 പോയിൻ്റുകൾ നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒയിൽ നിന്ന് പിയിലേക്കുള്ള ആവറേജ് വെലോസിറ്റി എന്താണ്, അതേപോലെ ആവറേജ് സ്പീഡ് എന്താണ്, അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒയിൽ നിന്ന് ക്യൂവിലേക്ക് പോകുന്നു, ദെൻ എന്ത് ചെയ്യുന്നു, പിയിലേക്ക് തിരിച്ചു വരുന്നു. മനസ്സിലായോ? ഒയിൽ നിന്ന് പി വരെ പോയി വീണ്ടും പിയിലേക്ക് തിരിച്ചു വരുന്നു. മനസ്സിലായോ? അപ്പോൾ ആ കേസിൽ അതിൻ്റെ ആവറേജ് വെലോസിറ്റി എന്താണ്, ആവറേജ് സ്പീഡ് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പ്രോബ്ലത്തിലൂടെ ചെയ്യാനുള്ളത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യം. ഫസ്റ്റ് എ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു തുടങ്ങാം. എ ക്വസ്റ്റ്യൻ എന്തുവാണ്, ആവറേജ് വെലോസിറ്റി. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ അതിൻ്റെ ഇക്വേഷൻ എഴുതി വയ്ക്കാം. ഇക്വേഷൻ എല്ലാം മാർക്ക് ഉണ്ടാവും. അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പഠിച്ചു. എന്താണ് ആവറേജ് വെലോസിറ്റി ഇക്വേഷൻ? യെസ്, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, ടോട്ടൽ ടൈം. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, അതാണ് ഇക്വേഷൻ. ഞാൻ അവിടെ ടൈമിൻ്റെ കേസ് പറഞ്ഞില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. 0 to പി ട്രാവൽ ചെയ്യുന്നത് 2 സെക്കൻഡിലും പി ടു ക്യൂ ട്രാവൽ ചെയ്യുന്നത് ഇത് 4 സെക്കൻഡിലുമാണ്. അങ്ങനെയാണ്. അതേപോലെ ഇതിപ്പോൾ പി ടു ക്യൂ ആണ്. പി ടു ക്യൂ 4 സെക്കൻഡിൽ, ക്യൂ ടു പി 8 സെക്കൻഡിൽ. മനസ്സിലായോ? ഒ ടു പി 2 സെക്കൻഡിൽ, പി ടു ക്യൂ 4 സെക്കൻഡിൽ, ക്യൂ ടു പി 8 സെക്കൻഡിൽ. ഓക്കെ, അപ്പോൾ ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം അല്ലേ? അപ്പോൾ അതിൻ്റെ നമ്മൾ ഫസ്റ്റ് ഒ ടു പി ആണ് നോക്കുന്നത്. വേറെ ഒന്നും അപ്പോൾ നോക്കേണ്ട ഒരു ആവശ്യമില്ല. ഒയിൽ നിന്ന് പിയിലേക്ക്, ഒയിൽ നിന്ന് പിയിലേക്ക് ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് അല്ല, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇവിടെ നിന്ന് മുതൽ ഇവിടം വരെ. പക്ഷേ ഈ കേസിൽ എന്താണ്, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആയിട്ടാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഒയിൽ നിന്ന് പിയിലേക്ക് എത്രയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്? 10, 20. അപ്പോൾ 20 ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. ഡിവൈഡഡ് ബൈ ടൈം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു 2 സെക്കൻഡാണ് ടൈം ഒ ടു പി ട്രാവൽ ചെയ്യണത്. അപ്പോൾ 2 സെക്കൻഡ് അല്ലേ? അപ്പോൾ ആൻസർ എന്താണ്? 10. യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ആവറേജ് വെലോസിറ്റിയുടെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. ആ ഫിഗർ നോക്കുക, ജസ്റ്റ് ഇക്വേഷനിലുള്ള എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി അടുത്തത് ഇതിൻ്റെ ആവറേജ് സ്പീഡ് എന്താണെന്നുള്ളതാണ്. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. അപ്പോൾ ഇതിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നോക്കുക, എവിടെ മുതൽ എവിടം വരെ? ഒ മുതൽ പി വരെ. ഒ മുതൽ പി വരെ ഡിസ്റ്റൻസ് എത്രയാണ്? 20 തന്നെയല്ലേ? ഇവിടുത്തെ കേസിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ്? 20 ആണ്. ഡിവൈഡഡ് ബൈ ടൈം എത്രയാണ്? 2 ആണ്. അപ്പോൾ ആൻസർ എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ അല്ലേ? അപ്പോൾ എൻ്റെ കേസിൽ വളരെ എളുപ്പത്തിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ആവറേജ് വെലോസിറ്റി കണ്ടുപിടിച്ചു, ആവറേജ് സ്പീഡ് കണ്ടുപിടിച്ചു. ഇനി അടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബി ആണ്, ബി ക്വസ്റ്റ്യൻ. അപ്പോൾ ബി ക്വസ്റ്റ്യൻ്റെ കേസിൽ എന്തുവാണ് ആവറേജ് വെലോസിറ്റി, എന്തുവാണ് ആവറേജ് സ്പീഡ്? അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അപ്പോൾ നോക്കുക, ക്വസ്റ്റ്യൻ എന്താണ്? ഒ മുതൽ ക്യൂ വരെ പോയി, എന്നിട്ട് പിയിലേക്ക് തിരിച്ചു വന്നു. ഒ മുതൽ ക്യൂവിലേക്ക് പോയി പിയിലേക്ക് തിരിച്ചു വന്നു. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. ഡിസ്പ്ലേസ്മെൻറ്റ് എന്തുവാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 പോയിൻറ്റ്സ്. ഏത് 2 പോയിൻറ്റ്സ്? സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആൻഡ് ഫൈനൽ പോയിൻറ്റ്. അപ്പോൾ ഇതായിരുന്നു സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. തിരിച്ച് ക്യൂവിലേക്ക് പോയിട്ട് തിരിച്ച് പിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻഡിങ് പോയിൻ്റ്. മനസ്സിലായോ? കാണിച്ചു തരാം. ഒയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ക്യൂവിലേക്ക് പോയി പിയിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത്
സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, ഇത് എന്ന് പറയുന്നത് എൻഡിങ് പോയിൻ്റ്. അപ്പോൾ ഒ എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, പി എന്ന് പറയുന്നത് എൻഡിങ് പോയിൻ്റ് അല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 പോയിൻറ്റ്സ് എൻഡിങ് ആൻഡ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണ്. അപ്പോൾ അത് എത്രയാണ്? 20 അല്ലേ. 20 മൈനസ് 0 ബൈ x2 മൈനസ് x1 20 മൈനസ് 0 ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈമാണ്. 2 സെക്കൻഡ് ആണോ? അല്ല. 2 സെക്കൻഡ് എന്ന് പറയുന്നത് ഒയിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസിൻ്റെ എടുക്കുന്ന ടൈമാണ്. പക്ഷെ നമുക്ക് വേണ്ടത് ടോട്ടൽ ടൈമാണ്. ഇത് ഇത്രയും ദൂരം പോയി തിരിച്ചു വരുമ്പോൾ എടുക്കുന്ന സമയമാണ്. അപ്പോൾ നോക്കുക, ശ്രദ്ധിച്ച് നോക്കുക. ഒ മുതൽ പോയി 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 ക്യൂവിലെത്തുന്നു. അപ്പോൾ എത്ര സെക്കൻഡ് എടുക്കുന്നു? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് ഒ ടു പി 2 സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ പി ടു ക്യൂ 4 സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 + 4 അല്ലേ. ശ്രദ്ധിച്ച് നോക്ക്. ഒ ടു പി 2 സെക്കൻഡ്, പി ടു ക്യൂ 4 സെക്കൻഡ്. അപ്പോൾ ടോട്ടൽ ഒ ടു ക്യൂവിലേക്കുള്ള ടൈം എത്രയാണ് വരിക? 2 + 4 6. കഴിഞ്ഞോ? ഇല്ല. അതെന്ത് ചെയ്യുന്നുണ്ട്? ക്യൂവിൽ വന്നിട്ട് പിയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. മനസ്സിലായോ? ക്യൂവിലെത്തുന്ന സമയമാണ് 6 സെക്കൻഡ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി തിരിച്ച് പിയിലേക്ക് വരുന്നുണ്ട് അല്ലേ. അതിനെടുക്കുന്ന സമയം എത്രയാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ക്യൂ ടു പി എത്രയാണ്? 8 സെക്കൻഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ക്യൂവിൽ നിന്ന് പി വരെ 8 സെക്കൻഡ് കൂടി എടുക്കണം. അപ്പോൾ നോക്കി നോക്ക്. 2 സെക്കൻഡ് + 4 സെക്കൻഡ് + 8 സെക്കൻഡ്. ടൈം ഒരിക്കലും ഇവിടെ കുറയില്ലല്ലോ. നമ്മൾ ആഡ് ചെയ്തല്ലേ വരണ്ടേ. സമയം എപ്പോഴും മുന്നോട്ടല്ലേ പോയിക്കൊണ്ടിരിക്കണേ. യെസ്. അപ്പോൾ 2 + 4 + 8 ടോട്ടൽ ടൈം. അപ്പോൾ 20 ഇത് എത്രയാണ് വരുന്നത്? 8 + 2 10, 10 + 4 14. അപ്പോൾ 20/14 m/s. ഇതാണ് എന്ത് വരുന്നത്? ആവറേജ് വെലോസിറ്റി. ക്ലിയർ ആയോ? ഇനി അടുത്തത് ആവറേജ് സ്പീഡാണ്. ആവറേജ് സ്പീഡ് എന്താണ്? ഇക്വേഷൻ ഇപ്പോൾ തന്നെ മനപ്പാടായിട്ടുണ്ടാവും. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ആണ് നോക്കേണ്ടത്. ഓക്കെ. സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എൻഡിങ് പോയിൻ്റ് ഒന്നല്ല. പോയി ഏതൊക്കെ വഴിയേ പോകുന്നുണ്ടോ ആ വഴിയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഒ ടു ക്യൂ ദെൻ പി, അതല്ലേ നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ ഒയിൽ നിന്ന് പി വരെ ട്രാവൽ ചെയ്തത് എത്ര ഡിസ്റ്റൻസ് ആണ് നോക്കുക. ഇതാ ഒയിൽ നിന്ന് ക്യൂ വരെ 60 ഡിസ്റ്റൻസ് അത് ട്രാവൽ ചെയ്യുന്നുണ്ട് അല്ലേ, ഇൻ മീറ്ററേ. അപ്പോൾ 60 മീറ്റർ അത് ട്രാവൽ ചെയ്യുന്നുണ്ട്. പിന്നെ തിരിച്ച് ക്യൂവിൽ നിന്ന് പിയിലേക്ക് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുണ്ട് നോക്കുക. 60, 50, 40, 30, 20 അല്ലേ. ഇത്രയും ഡിസ്റ്റൻസ് വീണ്ടും ട്രാവൽ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം 60 മൊത്തം ട്രാവൽ ചെയ്യുന്നു. പിന്നെ ഇവിടെ നിന്ന് ഇവിടേക്കും ട്രാവൽ ചെയ്യുന്നു അല്ലേ. അപ്പോൾ 10, 10, 10, 10 അങ്ങനെ വെച്ചിട്ടല്ലേ ഇതിൽ ഡിവിഷൻ വന്നിട്ടുള്ളത്. 20, 30, 40, 50, 60 10 ഡിവിഷനിലാണ് അത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് മുതൽ ഇവിടം വരെ 60 ട്രാവൽ ചെയ്ത് പിന്നെ 70, 80, 90, 20, 70, 80, 90, 100. ഓക്കെ. അപ്പോൾ ഇവിടെ 100 ഡിസ്റ്റൻസിലാണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാലും മതി. മൊത്തം ഡിസ്റ്റൻസ് ഒ ടു ക്യൂ എത്രയാണ് കാണുന്നുണ്ടോ? 60 മീറ്റർ ട്രാവൽ ചെയ്തു അല്ലേ. ഇനി ക്യൂവിൽ നിന്ന് പിയിലേക്ക് ഇനി എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? എത്ര ഡിസ്റ്റൻസ് ഉണ്ട് നോക്കി നോക്കുക. 60 ആണ് ക്യൂവിലുള്ളത്, 20 ആണ് പിയിലുള്ളത്, 40 അല്ലേ. 40 മീറ്റർ ആണ് ഇനിയുള്ളത്. ഓക്കെ. അപ്പോൾ മൊത്തം ഡിസ്റ്റൻസ് ഫ്രം ഒ ടു ക്യൂ ദെൻ ടു പി എന്ന് പറയുന്നത് എത്രയാണ് വരിക? 60 + 40 = എത്ര വരും? 100 എന്ന് വരും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് ഇപ്പോൾ എത്ര കിട്ടി? 100 എന്ന് കിട്ടി. ക്ലിയർ ആയി വിചാരിക്കണം. ഒയിൽ നിന്ന് ക്യൂവിലേക്ക് ട്രാവൽ ചെയ്യാൻ ഓക്കെ ഒരു വേറൊരു ഫിഗർ വരയ്ക്കണം. നോക്കാം. ഒയിൽ നിന്ന് ക്യൂവിലേക്ക് ഇവിടെ പി എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ട് അല്ലേ. നോക്ക്. ഒയിൽ നിന്ന് ക്യൂവിലേക്ക് എത്തി ദെൻ പിയിലേക്ക് തിരിച്ചു വന്നു. ഓക്കെ.
അപ്പോൾ ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, ഇതാണ് എൻഡിങ് പോയിൻ്റ്. അപ്പോൾ അതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ എത്ര എടുത്തു? ഇവർ തമ്മിലുള്ള ഈ 20 എടുത്തു, ഡിവൈഡഡ് ബൈ ടൈം എത്ര കൊടുത്തു? മൊത്തം ഡിസ്റ്റൻസ് ചെയ്തിട്ടുള്ള മൊത്തം ടൈം എടുത്തു. ഇനി നമ്മൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. എന്തിന്? ആവറേജ് സ്പീഡ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാണേണ്ടത്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഒന്നല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് മൊത്തത്തിലെടുക്കുന്ന ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ O to Q നമുക്ക് തന്നിട്ടുണ്ട് 60 ആണെന്ന്. അപ്പോൾ 60 മീറ്റർ എന്നെടുത്തു. ദെൻ Q to P എത്രയാണ്? Q to P എത്രയാണ്? നമുക്ക് 40 അല്ലേ വരിക. 60 ആണ് ഇവിടുത്തെ പൊസിഷൻ, ഇവിടെ 20 ആണ്. സോ 60 - 20 40, അല്ലെങ്കിൽ ജസ്റ്റ് 10 ഡിവിഷനിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് കൗണ്ട് ചെയ്താലും മതി. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? 60 + 40 = 100 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. എത്രയാണ് ടോട്ടൽ ടൈം? ഡിസ്റ്റൻസ് ആയാലും ഡിസ്പ്ലേസ്മെൻ്റ് ആയാലും ടൈം എന്ത് ചെയ്യുന്നു? ടോട്ടൽ ടൈം നമ്മൾ ആഡ് ചെയ്യണം. ഇവിടെ നിന്ന് മുതൽ ഇവിടം വരെ 2 സെക്കൻഡ്, ഇവിടെ നിന്ന് മുതൽ ഇവിടം വരെ 4 സെക്കൻഡ്, ഇവിടെ നിന്ന് മുതൽ ഇവിടം വരെ 8 സെക്കൻഡ്. ഓക്കെ, അതായത് മടങ്ങി വരുമ്പോൾ കുറച്ചും കൂടി ലാഗിങ് ആണ്, കുറച്ചും കൂടി സമയം എടുക്കുന്നുണ്ട്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ ടൈം ഇതിനോട് ഈക്വൽ അല്ലാണ്ട് ഞാൻ എടുത്തത്. ഓക്കെ, പിയിൽ നിന്ന് ക്യൂവിലേക്ക് പോകുന്ന സമയത്ത് കുറച്ച് സ്പീഡിലാണ് പോകുന്നത്, അതുകൊണ്ട് 4 സെക്കൻഡ് എടുത്തുള്ളൂ. പക്ഷേ ക്യൂവിൽ നിന്ന് പിയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ടൈം എടുക്കാൻ കാരണം എന്താ? സ്പീഡ് കുറവായതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ പറയാം. ഇപ്പോൾ ഇത് നോക്കുക, എന്താണ് ഡിസ്റ്റൻസ് ബൈ ടൈം എത്രയാണ് അപ്പോൾ വരിക? 2 + 4 + 8 എത്രയാണ്? 14 നമ്മൾ നേരത്തെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈക്വൽ ടു എത്രയാണ്? 100/14 m/s. ഇതെന്ന് പറയുന്നതാണ് എന്ത് വരിക? ആവറേജ് സ്പീഡ് വരിക. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു? പൊസിഷൻ, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, ആവറേജ് വെലോസിറ്റി, ആവറേജ് സ്പീഡ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് സെക്ഷനിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ കുറച്ച് ഗ്രാഫുകളാണ്, പിന്നെ അത് കഴിഞ്ഞാൽ ഒരു ഡെറിവേഷൻ ഉണ്ട്. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ഓവറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ട് പരമാവധി നോക്കാൻ പറ്റുന്ന അത്ര നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.